ഹായ് മക്കളെ, അപ്പോൾ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും നന്നായിട്ട് പഠിക്കണം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പലർക്കും അറിയില്ല എങ്ങനെ ഞാൻ പഠിക്കണം. അത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് അത്രയ്ക്കും സോഴ്സസ് ആണ് അല്ലെ, അത്രയ്ക്കും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് പഠിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. റെഡി, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് യൂസ് ചെയ്ത് പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പലർക്കും വ്യക്തമല്ല. കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് പഠിക്കുന്നു. PYQs ആണെങ്കിൽ അത്, വൺ ഷോട്ട് ആണെങ്കിൽ അത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കും. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം. ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കണം എന്നറിയില്ല. എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിക്കേണ്ട ഒരുപോലെയാണോ? ആണോ? അല്ല. അതല്ലേ ആദ്യത്തെ ഡിഫറൻസ്. എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഒരുപോലെയാണോ? അല്ല അല്ലേ? അത് കൃത്യമായിട്ട് നമ്മളൊരു നല്ല മാർക്കിന് വേണ്ടി പഠിക്കുക എന്നത് അത് ഡിഫറെൻ്റ് ആണ്. ആ ഒരു വഴി, ആ ഒരു വേ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതാണ് നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കണം എങ്ങനെ നമുക്ക് നല്ല മാർക്കിലേക്ക് എത്താം ഓരോ സബ്ജക്റ്റിലും. ആദ്യം നമുക്ക് അക്കൗണ്ടൻസി എടുക്കാം. അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യം എന്താണ്? കൃത്യമായിട്ട് പഠിക്കേണ്ടത് അതിൻ്റെ തിയറിയാണ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് തന്നെയാണ്, അതിൻ്റെ തിയറിയിൽ നിന്നാണ്. തിയറിയിൽ നിന്നാണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം ആ തിയറിയിലൂടെ നമുക്ക് എന്ത് കിട്ടുള്ളൂ? അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അത് നമുക്ക് വ്യക്തമായിട്ട് പഠിച്ചെടുക്കാൻ നമുക്ക് എന്ത് വേണം? ഒരു റെഫറൻസ് ബുക്ക് അത്യാവശ്യമാണ് മക്കളെ. ഒരു റെഫറൻസ് ബുക്ക് അത്യാവശ്യമാണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു റെഫറൻസ് ബുക്ക്. നമുക്കൊരു ഗൈഡ് എന്നൊക്കെ പറയുന്ന പോലെ. റെഡി, അത് അതിന്റെ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ നേരെ പോകേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലിലേക്കാണ്. ചെയ്ത് പഠിക്കുക, കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. തെറ്റും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക, നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കുക. അക്കൗണ്ടൻസിൽ ആദ്യത്തെ കാര്യമാണ് കൺസെപ്റ്റ്. വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ഓരോ കൺസെപ്റ്റും. അക്കൗണ്ടൻസി അതിന്റെ ബേസ് ആയാലും എന്ത് തന്നെയായാലും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അത് നമുക്ക് കൃത്യമായിട്ട് എവിടുന്നാ കിട്ടുക? നമുക്ക് ഒരു റെഫറൻസ് ബുക്കിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് കിട്ടും. കാരണം നമ്മുടെ റെഫറൻസ് ബുക്ക് ബേസിൽ തന്നെ സാർ പറയാം. നമ്മുടെ റെഫറൻസ് ബുക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് തിയറി അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് പഠിക്കാൻ അത്രയ്ക്കും അനുയോജ്യമായിട്ടുള്ളത് ഒരു ഗൈഡാണ്, ഒരു റെഫറൻസ് ബുക്കാണ്. കാരണം നമ്മുടെ റെഫറൻസ് ബുക്കിൽ എന്തുണ്ട്? കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട തിയറി ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും അവിടെ കൊടുത്തിട്ടുണ്ട്. വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിന്റെ ആ ഒരു കൺസെപ്റ്റ് എന്നുള്ള കാര്യം. അതാണ് ആദ്യം മക്കള് പഠിക്കേണ്ടത്. അത് പഠിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അക്കൗണ്ടൻസിയിൽ. പിന്നെ നമുക്ക് നോക്കേണ്ടതാണ് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകേണ്ടത്. PYQs. പിന്നെ PYQസിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പ്രാക്ടിക്കൽ എന്ന് പറയുന്നതാ ഈ ഒരു ഐറ്റം. റെഡി, അത് നമുക്ക് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ PYQs ആണ്. PYQs റെഡി, റെഫറൻസ് ബുക്കിലായാലും നമ്മുടെ ഗൈഡിലായാലും എല്ലാത്തിലും അവൈലബിൾ ആണ്. റെഡി, അത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യണം. ചെയ്ത് തന്നെ പഠിക്കണം. ആ ചെയ്ത് പഠിക്കുന്നതിലൂടെ നിങ്ങൾ ക്ലിയർ ആകുന്ന കാര്യമാണിത്. ഏത്? ഇവാലുവേഷൻ ഓഫ് എറർ അനാലിസിസ്. നിങ്ങൾക്ക് എവിടെ തെറ്റ് പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്ത് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. നമ്മളാണെന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടോ ആ ഒരു മെത്തേഡ് മനസ്സിലാക്കി വെച്ചതുകൊണ്ടോ കാര്യമല്ല. അക്കൗണ്ടൻസി പ്രത്യേകിച്ച്. കാരണം ഇതിങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റായി ഓർത്ത് വെക്കുക. എനിക്കറിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ പോകും. എക്സാമിന് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടൂല. അക്കൗണ്ടൻസിന്റെ മെയിൻ പ്രശ്നമാണ് അത്. അതുകൊണ്ടാണ് പലർക്കും അക്കൗണ്ടൻസി ബുദ്ധിമുട്ടാകുന്നത്. സോ ചെയ്ത് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എറേഴ്സ്. അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കും. അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റായി വരും. റെഡി, നോക്കുക. തിയറി സാർ ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. തിയറിക്ക് നമുക്ക് റെഫറൻസ് ബുക്ക് മസ്റ്റാണ്. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം ആ ഒരു കൺസെപ്റ്റ് എന്നുള്ളത്. കൃത്യമായി വായിച്ച് നമ്മൾ അതിന്റെ തിയറി മനസ്സിലാക്കണം. റെഡി, പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് സ്ട്രോങ് ബേസ് ആണ്. സ്ട്രോങ് ബേസ് അക്കൗണ്ടൻസിൽ മെയിൻ ആയിട്ട് സ്ട്രോങ് ബേസ്. ആ ബേസ് ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. +1 +2 ഒന്നും ചെയ്യാൻ പറ്റില്ല. റെഡി, അത് നമുക്ക് കിട്ടും. ആ തിയറി നമ്മൾ കൃത്യമായി പഠിക്കുന്നതിലൂടെ നമുക്കത് കിട്ടുള്ളൂ. അടുത്താണ്
പ്രാക്ടീസ് റെഗുലർലി. സാർ ഇപ്പൊ പറഞ്ഞ ഈ കാര്യം പ്രാക്ടീസ് ചെയ്യുക, റെഗുലർ ആയിട്ട് നമ്മൾ നോക്കണം. നമ്മൾ പഠിച്ചു വെച്ചത് നന്നായിട്ട് ഏറ്റവും കൂടുതൽ മറന്നു പോകാൻ നമുക്ക് എന്താണ് നമ്മുടെ കൊമേഴ്സുകാർക്ക് ഏറ്റവും കൂടുതൽ മറന്നു പോകാൻ പറ്റുന്നതാണ് സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് ഇതാണ് അക്കൗണ്ടൻസി തന്നെയാണ്. കാരണം അത്രയ്ക്ക് എന്തുണ്ട്, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. പല മെത്തേഡിലൂടെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുക. സോ റെഗുലർ ആയിട്ട് നമുക്കത് പ്രാക്ടീസ് തന്നെ ചെയ്യണം. ടൈം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, മെയിൻ പോയിന്റ് ശ്രദ്ധിച്ചോ. ഫോർമാറ്റ്. ഓക്കെ, ഫോർമാറ്റ്, ടൈം മാനേജ്മെന്റ് ആൻഡ് സ്പീഡ് അക്കൗണ്ടൻസിയിൽ ശ്രദ്ധിക്കേണ്ട കീ പോയിന്റുകളാണ്. മക്കളെ നോക്കുക, കൃത്യമായിട്ട് ആ ഫോർമാറ്റ് നമുക്കറിയാം. ഒരു അക്കൗണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫോർമാറ്റ് നമ്മൾ പഠിച്ചു വെക്കാതെ നമുക്കത് ചെയ്യാൻ പറ്റുന്നതല്ല അല്ലെ? അത് കൃത്യമായിട്ട്, അതും വെറുതെ ബൈഹാർട്ട് പഠിച്ചു വെക്കുകയല്ല. ബൈഹാർട്ട് പഠിച്ചു വെച്ചാൽ അങ്ങോട്ട് മാറിപ്പോകും. കാരണം ഒരേപോലത്തെ പല കാര്യങ്ങളും വരുന്നുണ്ട്, പല അക്കൗണ്ട്സും ഉണ്ട്, ഒരേ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ്, അത് കൃത്യമായി മനസ്സിലാക്കി ആ ഫോർമാറ്റ് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ ടൈം മാനേജ്മെന്റ് ആൻഡ് സ്പീഡാണ് ചെയ്യുക. അവിടെയാണ് ഇത് നമ്മള് PYQs ഒക്കെ ചെയ്യുക. പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ഇതിന്റെ ഇമ്പോർട്ടൻസ്. ചെയ്ത് പഠിക്കുക, നിരന്തരമായിട്ട് ചെയ്ത് പഠിക്കുക. പ്രാക്ടീസ് റെഗുലർലി, നിരന്തരമായി ചെയ്ത് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ സംഭവം ടൈം മാനേജ് ചെയ്യാനും സ്പീഡ് മാനേജ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. കാരണം നമുക്ക് ഒരു എക്സേ ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു എക്സാമിന്റെ 3/4 മണിക്കൂറും അല്ലെങ്കിൽ ഒരു എസ്സേക്കൊക്കെ വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ നിങ്ങളെ മാർക്ക് കുറയുക ചെയ്യുക, മാർക്കല്ല, നിങ്ങൾ തോറ്റുപോവുക ചെയ്യുക. ഓരോന്നിനും ഇന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യണമെങ്കിൽ, ആ സ്പീഡ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പ്രാക്ടീസ് നിങ്ങൾക്ക് മസ്റ്റ് ആണ് അക്കൗണ്ടൻസിന്റെ കേസിൽ. ഓക്കെ, റെഡി? ഇതെന്താ പ്രാക്ടീസ് അല്ലെ? ഫോക്കസ് ഓൺ എൻട്രീസ് ആൻഡ് ട്രീറ്റ്മെന്റ് അക്കൗണ്ടൻസിയിലെ അടുത്ത കാര്യമാണ്. കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക, എന്താണ് നമുക്ക് അതിൽ എഴുതാനുള്ള കാര്യം. അക്കൗണ്ടൻസിയിലാണ് എൻട്രി കാര്യങ്ങളായാലും അതിന്റെ ട്രീറ്റ്മെന്റ് ആയാലും ഓക്കെ, ആ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയും തിയറി കൺസെപ്റ്റ് മനസ്സിലാകുന്നതിലൂടെയും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇത് സെറ്റ് ആക്കും. ഇതാണ് എന്തെന്ന് അക്കൗണ്ടൻസിനെ സംബന്ധിച്ച് ടോപ്പേഴ്സിന് കൊടുക്കാനുള്ള ടിപ്സ്. ഇതിങ്ങനെ ഫോളോ ചെയ്തേ മതിയാവും അക്കൗണ്ടൻസി. ഓക്കെ, വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചോളാ. ദെൻ അത് നമ്മൾ മാറ്റിയതാ ബിസിനസ് സ്റ്റഡീസ് ആൻഡ് എക്കണോമിക്സിലേക്ക് വരുന്ന സമയം നമുക്കറിയാം ഇത് വേറെയാണ്, തിയറീസാണ് അല്ലെ? തിയറിയാണ്, രണ്ടും തിയറിയാണ്. അക്കൗണ്ടൻസി പോലെയല്ല അല്ലെ? ഇവിടെ നമുക്ക് എന്താണ്, തിയറി നമുക്ക് പഠിക്കണം. ആ തിയറി നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമുക്കൊരു റെഫറൻസ് ബുക്കാണ്, ഒരു ഗൈഡാണ്. കാരണം അതിൽ നമുക്ക് വേണ്ടത് കീ പോയിന്റ്സുകളായി നമുക്ക് തരും. NCERTയുടെ ബുക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, ബിസിനസ് സ്റ്റഡീസിന്റെ എക്കണോമിക്സിന്റെ അത്രയ്ക്കും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കണോ? വേണ്ട. നിങ്ങൾക്ക് വേണ്ട കാര്യം കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ഏതാണ്? ഒരു റെഫറൻസ് ബുക്കാണ്, ഒരു ഗൈഡാണ്. സോ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പ്രാക്ടിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അക്കൗണ്ടൻസി പോലെയല്ല. എവിടെ? ബിസിനസ് സ്റ്റഡീസ് ആൻഡ് എക്കണോമിക്സിലേക്ക് വരുമ്പോൾ എന്താണ്? പരിചയപ്പെടലാണ്. കൃത്യമായിട്ട് പരിചയപ്പെടുക, ക്വസ്റ്റ്യനെ പരിചയപ്പെടുക, അതെങ്ങനെ എഴുതണം, എത്ര മാർക്കിന് എത്ര എഴുതണം, എങ്ങനെ എഴുതണം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് തിയറി പേപ്പർ എഴുതി പഠിക്കണോ, ചെയ്ത് പഠിക്കണോ? വേണ്ട അല്ലെ? കൃത്യമായ തിയറി പേപ്പേഴ്സ് നിങ്ങൾക്ക് ആവശ്യം. ബിസിനസ് സ്റ്റഡീസായാലും എക്കണോമിക്സിനായാലും നിങ്ങൾക്ക് ആവശ്യം ഷോർട്ട് നോട്ട്സ് ആണ്, നിർബന്ധമാണ് ഷോർട്ട് നോട്ട്സ്. കാരണം അത്രയ്ക്കും തിയറീസ് വരും. ബിസിനസ് സ്റ്റഡീസ് ഒക്കെ നമ്മളൊരു പോയിന്റ് പഠിക്കാൻ തുടങ്ങിയാൽ അത്രയ്ക്കും കാര്യങ്ങൾ അതിലുണ്ടാവും. സോ നമുക്ക് വേണ്ടത് എന്താണ്? ഷോർട്ട് നോട്ട്സ് ആണ്. അതേപോലെ എക്കണോമിക്സിനും ഷോർട്ട് നോട്ട്സ് മസ്റ്റ് ആണ്. റെഡി? പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ് ഇമ്പോർട്ടന്റ് ടെർമിനോളജി ആൻഡ് ദെയർ മീനിങ്സ് ആണ് അല്ലെ? ഓരോന്നിലും നമുക്ക് എന്താണ് കൃത്യമായി നമ്മൾ യൂസ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും, കുറെ വേർഡുകൾ ഉണ്ടാവും. ഓക്കെ, ബിസിനസ് സ്റ്റഡീസിലായാലും എക്കണോമിക്സിലായാലും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് നമുക്ക് എല്ലാ ചാപ്റ്ററിലും ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. സോ അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അതൊക്കെ ബേസ് നിങ്ങൾ പഠിക്കുന്നതിലൂടെ, ആ തിയറി നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഷോർട്ട് നോട്ട്സിലൂടെ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുക അതൊക്കെ. ഓക്കെ, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ഇൻ എക്സാം. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എന്തെന്ന് എക്സാമിന് കൂടുതലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ചാപ്റ്റർ കൃത്യമായി പഠിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാവും. ഇതിൽ നിന്ന് ഏതൊക്കെ ചോദിക്കാൻ നമുക്ക് സാധ്യതകളുണ്ട് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ ഏത് രണ്ട് സബ്ജക്റ്റിനുണ്ട്, ബിസിനസ് സ്റ്റഡീസിനുണ്ട്, എക്കണോമിക്സിനുണ്ട്. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. ബിസിനസ് സ്റ്റഡീസിലൊക്കെ എന്താണ് ഒരുവിധം കുറെ പോയിന്റുകളൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിക്കുകയാണെങ്കിൽ
യെസ്, നമുക്ക് ഊഹിക്കാം. യെസ്, ഇത് 4-5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതാണ് ഇത് ഈ തിയറി പേപ്പറിന്റെ എന്താണ് യെസ് ഒരു പ്രത്യേകത. സോ അതുകൊണ്ട് തന്നെ എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ എന്താ വ്യക്തമായിട്ട് പഠിച്ചെടുക്കുക. ഓക്കെ, ഇതാ നമ്മൾ സാർ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇതാ റൈറ്റിംഗ് എക്സാം. അല്ലെ, എക്സാം എങ്ങനെ എഴുതണം പലർക്കും അറിയില്ല. തിയറീസ് എങ്ങനെ എഴുതണം, വെറുതെ വലിച്ചു വാരി എഴുതിടുകയാണ്. അങ്ങനെയല്ല ചെയ്യുക. വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം എങ്ങനെ എഴുതണം, എത്ര എഴുതണം എന്നുള്ള കാര്യം. ഓക്കെ, ദെൻ റിവൈസ് വീക്കിലി. ഏറ്റവും നല്ല കാര്യമാണ്, നല്ല ചെയ്യേണ്ട കാര്യമാണ്. കാരണം മറന്നു പോവാൻ നല്ല സാധ്യതകളുണ്ട് തിയറി പേപ്പേഴ്സിന്. കാരണം അത്രയും പോയിന്റുകളാണ് നമുക്ക് ഓരോ എന്തെങ്കിലും ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അണ്ടറിൽ അത്രയ്ക്കും പോയിന്റ് വരും. അതിന്റെ ഫീച്ചറായിട്ടും ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും അതായിട്ടും ഇതായിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ റിവൈസ്, അല്ലെ, വീണ്ടും 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 നമ്മൾ എടുത്ത് പഠിക്കാതെ നമ്മളത് കംപ്ലീറ്റ് വിട്ടുപോകും. പെട്ടെന്ന് നോക്കിയത് കൊണ്ട് മാത്രം പെട്ടെന്ന് നമുക്ക് എന്താണ് ഓർമ്മ കിട്ടുകയില്ല അങ്ങനത്തെ കാര്യങ്ങൾ. സോ അതുകൊണ്ടാണ് എന്താണ് പക്ക റിവിഷൻ നമുക്ക് ഏത് വേണം, ബിസിനസ് സ്റ്റഡീസിനും എക്കണോമിക്സിനും വേണം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏതാണ്? യെസ്, ഇത്തരത്തിലുള്ള തിയറി പേപ്പേഴ്സിന് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് വൺ ഷോട്ട് ആണ്. എക്സാമിനോടൊക്കെ അടുത്ത് ഏറ്റവും നല്ല ഫോക്കസ് ചെയ്യാൻ പഠിക്കാൻ നല്ലത് ഏതാണ്? വൺ ഷോട്ട് ക്ലാസ്സുകളും കാര്യങ്ങളുമാണ്. റെഡി? വൺ ഷോട്ടിലൂടെയാണ് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തിയറി പേപ്പേഴ്സ് പഠിക്കാൻ പറ്റുക. തിയറി പേപ്പേഴ്സ് ഓക്കെ, നമ്മുടെ എക്കോണമിക്സ് ആണെങ്കിൽ നമ്മൾ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ കൊണ്ട് ചിലപ്പോൾ വൺ ഷോട്ട് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് എഫക്റ്റ് ആയിക്കോണമെന്നില്ല. പക്ഷേ തിയറിക്ക് അങ്ങനെയല്ല, വൺ ഷോട്ട് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ് ആകും എക്സാമിൻ്റെ ഒക്കെ ടൈമിൽ. ഈ കാര്യങ്ങളാണ് മക്കൾ ആദ്യം എന്താക്കേണ്ടത്, വ്യക്തമായിട്ട് ഓർത്ത് വെക്കേണ്ടത്. നമ്മളെ ബിസിനസ് സ്റ്റഡീസ് എക്കണോമിക്സിന്റെ കേസായാലും അക്കൗണ്ടൻസിയുടെ കേസിലായാലും. റെഡി? അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മക്കൾ ഈ വർഷം അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോകാൻ. നമുക്ക് നല്ല മാർക്ക് തന്നെ വാങ്ങാം. റെഡി? അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ മക്കൾക്ക് നമ്മളിതാ വന്നിട്ടുള്ളത്. ഓക്കെ, യെസ്, ഈ കാര്യങ്ങളെല്ലാം മക്കൾക്ക് എന്താണ് പെർഫെക്റ്റ് ആയിട്ട് അവൈലബിൾ ആവുന്നത് എവിടെ മാത്രമാണ്? നമ്മുടെ ബാച്ചിലാണ്. അടിപൊളിയായി ഞങ്ങൾ ക്ലാസ് തരുന്നില്ലേ? നമ്മൾ ലൈവായിട്ടും റെക്കോർഡ് ക്ലാസ് ആയിട്ടും ചാപ്റ്റർ വൈസ് ആയിട്ടും PDF ആയിട്ടും എല്ലാം PYQ ആയിട്ടും ഒക്കെ നമുക്ക് കിട്ടുന്നതല്ലേ? വൺ ഷോട്ട് ആയിട്ടും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് എന്താക്കുന്നത് നമ്മുടെ ബാച്ച് സെറ്റാക്കിയിട്ടുള്ളത് മക്കൾക്ക്. സോ അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുക, നന്നായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ.